കുറിച്ചത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ കേരള വിഷനോടൊപ്പം കേരള വിഷൻ വഴി എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഓണാഘോഷം എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മളുടെ പ്രതിനിധി ചേരുന്നു. നമസ്കാരം. എങ്ങനെയാണ് ആദ്യം തന്നെ ഓണാശംസകൾ. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഓണത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ടാണ് തുടങ്ങുന്നത്. തിരുവനന്തപുരത്തിന്റെ ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മാസം മുമ്പ് തന്നെ ഞങ്ങൾ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം നടക്കുന്നത് തലസ്ഥാനത്താണ്. തിരുവനന്തപുരത്തിന് ഓണവും അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക പ്രിവിലേജ് കിട്ടാറുണ്ട് എന്നുള്ള പരാതി അത് മറ്റ് ജില്ലക്കാരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആഘോഷിക്കാൻ അത് ഏതായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും ഒക്കെ തലസ്ഥാനത്തേക്ക് എല്ലാ ജില്ലക്കാരും നമ്മൾ ക്ഷണിക്കാറുണ്ട്. ഓണാഘോഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മാസം മുമ്പ് തന്നെ ഞങ്ങൾ ആഘോഷങ്ങളൊക്കെ തന്നെ തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് ഓണാഘോഷത്തിന്റെ ഒരു തിരക്ക് കാണാം. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഓണം എങ്ങനെയൊക്കെ ആഘോഷിക്കാം, എല്ലാ മറ്റ് വർഷങ്ങളെക്കാൾ എങ്ങനെയൊക്കെ നമുക്ക് ഇത്തവണ വെറൈറ്റി ആയിട്ട് ആഘോഷിക്കാം എന്നുള്ള കണക്കുകൂട്ടലിലൊക്കെ തന്നെ നിൽക്കുന്നവരാണ്. ഞാൻ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. എല്ലാ വർഷവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ ദിനത്തിന് വലിയ ഒരു അത്തപ്പൂക്കളം നമുക്ക് കാണാൻ സാധിക്കും. ഇത്തവണയും ആ പതിവ് തെറ്റാതെ തന്നെ മനോഹരമായിട്ടുള്ളൊരു അത്തപ്പൂക്കളം ശ്രീ പത്മനാഭനെ നടുക്ക് ഇരുത്തി പൂക്കൾ കൊണ്ട് ഇട്ടിരിക്കുന്ന വലിയൊരു അത്തപ്പൂക്കളം നമുക്ക് കാണാൻ സാധിക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതിരാവിലെ മുതൽ തന്നെ നിരവധിയായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്, ഭക്തർ വരുന്നുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ആചാരമാണ് ഈ ഓണവില്ല് സമർപ്പണം. ആ ഓണവില്ല് സമർപ്പണ ആചാരമൊക്കെ തന്നെ അതിരാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിശ്വകർമ്മ കുടുംബമാണ് അത്തരത്തിൽ ഓണവില്ല് സമർപ്പണം നടത്തുന്നത്. അവർ അതിരാവിലെ തന്നെ അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ നടത്തി പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ദർശനത്തിനായിട്ട് എത്തുന്നവരാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ നമുക്ക് ഗണപതി ക്ഷേത്രത്തിലും ഒക്കെ തന്നെ ആളുകളൊക്കെ തന്നെ ദർശനത്തിനായിട്ട് എത്തുന്നുണ്ട്. മറ്റ് ചെറിയ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ അതിരാവിലെ മുതൽ തന്നെ ദർശനത്തിനായിട്ട് വലിയ ക്യൂ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം തന്നെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ തന്നെ സദ്യവട്ടങ്ങൾക്കൊക്കെ ഉള്ള ഒരുക്കം ഇപ്പോൾ നടത്തുന്നുണ്ടാകും. അതിനുശേഷം അവർ അമ്പലത്തിലൊക്കെ പോയിട്ട് വരും. ഇന്ന് മുഴുവൻ ആഘോഷമാണ്. മറ്റ് ജോലികളോ അല്ലെങ്കിൽ മറ്റ് തിരക്കുകളൊക്കെ തന്നെ മാറ്റിവെച്ച് ഓണം എത്തുമ്പോൾ മലയാളികൾ സ്വന്തം വീട്ടിലേക്ക് സ്വന്തം നാട്ടിലേക്ക് എത്താൻ ധൃതി കൂട്ടുന്നത് അത് ആഘോഷിക്കാൻ മതിമറന്ന് ആഘോഷിക്കാൻ തന്നെയാണ്. ഓണത്തിന് പ്രത്യേക അണിഞ്ഞൊരുങ്ങി ക്ഷേത്രത്തിലൊക്കെ പോയി ഫോട്ടോയൊക്കെ എടുത്ത് അത് പിന്നീട് സ്റ്റാറ്റസുകളൊക്കെ ആക്കലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും അതിനൊക്കെ ആയിട്ട് ആളുകളൊക്കെ തന്നെ നിരവധിയായിട്ട് ക്ഷേത്രങ്ങളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ പോകുന്നുണ്ട്. എങ്ങനെയാ ഓണാഘോഷമൊക്കെ എങ്ങനെയാ? അടിപൊളിയായിട്ടുണ്ട്. നന്നായി ഇപ്പൊ എത്തി ഇപ്പൊ ഇവിടെ എന്നും ഓണത്തിന് ക്ഷേത്ര ദർശനം നടത്താൻ എത്താറുണ്ടോ? എല്ലാ വർഷവും എത്താറുണ്ട്. നാടെവിടെയാ? ഇവിടെ തന്നെ ട്രിവാൻഡ്രമാണ്. എങ്ങനെയാ ഓണാഘോഷമൊക്കെ എങ്ങനെയാ? സെൽഫി ഫോട്ടോ എടുക്കാണോ? ഹിന്ദി കന്നഡ. ഹിന്ദി. കേരളത്തിലേക്ക് വന്നതാ ഓണാഘോഷിക്കാൻ. ചേട്ടൻ ആണോ? എങ്ങനെയാ ഓണമൊക്കെ എങ്ങനെയാ? ഓണം സൂപ്പർ ആയിട്ടുണ്ട്. ചേട്ടൻ മാത്രമേ ഉള്ളൂ? ഇല്ല, ഞാനൊരു ഗസ്റ്റ് ആയിട്ട് വന്നതാ. ഓക്കെ. അപ്പോ നിരവധിയായിട്ടുള്ള ആൾക്കാർ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഓണാഘോഷമൊക്കെ എങ്ങനെയാ? ഓക്കെ. അപ്പോൾ വ്യത്യാസമില്ലാതെ, അതായത് എല്ലാവരും തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ എത്തി രാവിലെ ദർശനമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അവരുടെ വീടുകളിലേക്ക് പോകും. പിന്നെയുള്ള ആഘോഷങ്ങളൊക്കെ തന്നെ വീട്ടിലാണ്. ഉച്ചയ്ക്ക് സദ്യ ഉണ്ണണം. അതിനുശേഷം ഇന്നിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഒത്തുകൂടലൊക്കെ തന്നെ പലരും നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവോണ ദിവസം മറ്റ് കുടുംബാംഗങ്ങളെയൊക്കെ വിളിച്ചു ചേർത്ത് ഒരു ഒത്തുചേരലിന്റെ ആഘോഷം കൂടിയാണ് ഓണം എന്നുള്ളതാണ്. അതിനപ്പുറം ഓണത്തിനെ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയില്ല. എല്ലാ കാര്യത്തിലും എല്ലാ ആചാരങ്ങളിൽ ഉൾപ്പെടെ ഓണാഘോഷത്തിൽ നമുക്കൊരു ഒത്തുചേരൽ, ഒരു സ്നേഹം കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഓണത്തിന് നമ്മൾ അത്തരത്തിൽ കൂട്ടായ്മയുടെ ആഘോഷം ഒന്നും അതുപോലെ തന്നെ നന്മയുടെയും സമ്പദ് സമൃദ്ധിയുടെയൊക്കെയും ആഘോഷമായിട്ട് നമ്മൾ പറയുന്നത്. എന്തായാലും ഓണാഘോഷം തലസ്ഥാനത്തൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസം മുമ്പ് തന്നെ ഞങ്ങൾ ഓണാഘോഷം തിരുവനന്തപുരത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ളതാണ്. കനകക്കുന്നിലൊക്കെ നോക്കിയാൽ കാലുകുത്താൻ ഇടമില്ലാതെയാണ് എല്ലാ സമയങ്ങളിലും, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ആളുകൾ ഓണം ആഘോഷിക്കാൻ, ഓണം കാണാനൊക്കെ എത്തുന്നത്. തലസ്ഥാനത്തിന്റെ നിറം തന്നെ മാറി എന്ന് നമുക്ക് പറയാം. കാരണം തലസ്ഥാനത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, സിറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയും വർണ്ണാഭമായ അലങ്കാരങ്ങളാണ്, ദീപാലങ്കാരങ്ങളാണ്. അതുകൂടാതെ കനകക്കുന്നിൽ ഉൾപ്പെടെ 33 വേദികളിലൊക്കെ ആയിട്ടാണ് ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എവിടെയാണ് പോയി പരിപാടികൾ ആസ്വദിക്കേണ്ടത്, എത്തരത്തിലാണ് ആസ്വദിക്കേണ്ടത്, ഏത് പരിപാടി കാണണം എന്നൊക്കെ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സമയം
സമയം കൂടിയാണ് ഈ ഓണാഘോഷം എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ഇപ്പോൾ ചാനലിലൊക്കെ തന്നെ ഓണം ആഘോഷിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പുറത്തേക്കാണ് ഇനിയുള്ള ആഘോഷങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സെറ്റും മുണ്ടും ഒക്കെ ഉടുത്ത് വരുന്ന സ്ത്രീജനങ്ങൾ, അതുപോലെ തന്നെ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് വരുന്ന പുരുഷന്മാരെയൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഇന്നത്തെ ദിവസം അത് കൂടുതൽ കുറച്ചുകൂടി മലയാള തനിമയോടുകൂടി ഓണം ആഘോഷിക്കുന്ന ആളുകൾ കൂടിയാണ് നമ്മൾ. ലോകത്ത് എവിടെയാണെങ്കിലും ഈ ഓണം ആഘോഷിക്കാൻ സ്വന്തം നാട്ടിലേക്ക് വരാൻ, സ്വന്തം കുടുംബത്തോടൊപ്പം വരാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടിയാണ് നമ്മളെന്നുള്ളതാണ്. എവിടം വരെയായി ഓണാഘോഷമൊക്കെ? അടിപൊളിയായിട്ട് പോകണം. എവിടം വരെയായി ഓണാഘോഷം? തുടങ്ങിയിട്ടല്ലേ ഉള്ളു. ഒന്ന് അടിച്ചു പൊളിച്ച് വരാൻ സമയമെടുക്കും. രാവിലെയൊക്കെ ആയാലും ഇനി കോവിലൊക്കെ പോയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച് തുടങ്ങും. വീട്ടിലെങ്ങനെയാ സദ്യവട്ടങ്ങൾക്ക് ഒഴുക്കൊക്കെ? സദ്യവട്ടങ്ങൾ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം അറിയാലോ, നല്ല പായസമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് സൂചിച്ച്. അറിഞ്ഞോ എന്താ പായസം എന്നൊക്കെ? അറിഞ്ഞോ? ആടെ പായസമാണ്. ആണ്. വീട്ടില് സദ്യ അമ്മ എല്ലാവരും കൂടെ സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ നമ്മളൊന്ന് അമ്പലത്തിൽ പോയിട്ട് നമ്മളൊന്ന് കറങ്ങി വീട്ടിലെത്തുമ്പോഴത്തേക്കും സദ്യ റെഡിയാവും. അടിച്ചുപൊളിക്കും. അത് തന്നെയാണ്. അതായത് നമ്മൾ ഈ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കൂട്ടുകാരൊക്കെ ഒന്നിച്ച് എവിടെ ഒരു ചെറിയ ഒരു ട്രിപ്പൊക്കെ പോയി ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ അമ്മമാര് സദ്യയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ ഈ ലൈവും തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സദ്യ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. അമ്മമാരൊക്കെ അത് രാവിലെ മുതൽ തന്നെ ആ തിരക്കിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. എവിടെയായി ഓണം? ഓണത്തിരക്കൊക്കെ മൈക്ക് ഓണത്തിരക്കൊക്കെ നടക്കുകയാണ്. പേരെന്താ? ഹൃദയ പറഞ്ഞോളൂ. ഹൃദയ രാവിലെ തന്നെ എത്തിയോ ക്ഷേത്രം? രാവിലെ എത്തി. എല്ലാ കൊല്ലം തിരുവോണത്തിന് ക്ഷേത്ര ദർശനം കൊല്ലം വരെയാണ്. വൈഫ് എന്താ ചേച്ചി ഓണമൊക്കെ എങ്ങനെ പോകുന്നു? ചേച്ചി ഓടിക്കളഞ്ഞു. വീട്ടിലെ സദ്യയോട്ടൊക്കെ എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആയിക്കഴിഞ്ഞു. ഇപ്പൊ ഓണം വൈബിലേക്ക് എത്തി. ഇനിയിപ്പം കുറച്ച് കോവിലും കൂടെ ഉണ്ട് പോവാൻ വേണ്ടി. അതും കൂടെ പോയിട്ട് വീട്ടിലോട്ട് പോകണം. ഓണാഘോഷത്തിലൊക്കെ പോയിരുന്നോ? പോയായിരുന്നു. എങ്ങനെയുണ്ട്? ആകെ മൊത്തത്തിൽ എങ്ങനെയുണ്ട് തിരുവനന്തപുരം? പൊളിയാണ്. അത് തന്നെയാണ്. അതായത് പൊളിയാണ് തിരുവനന്തപുരം എന്നുള്ളതാണ്. അതിപ്പോ ഓണത്തിന് മാത്രമല്ല, എന്ത് ആഘോഷമായാലും തിരുവനന്തപുരം അടിപൊളിയാണ്. ഓണത്തിന് പ്രത്യേകിച്ച് ഒരു തലപ്പൊക്കം തിരുവനന്തപുരത്തിന് ഇച്ചിരി കൂടുതലുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ തലസ്ഥാനത്തേക്ക് സിറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും. മുഴുവനായിട്ടും നിറമുള്ള ഒരു സിറ്റിയായിട്ട് തിരുവനന്തപുരം കുറച്ചുകൂടി മാറിക്കഴിഞ്ഞു ഈ ഓണാഘോഷത്തിൽ എന്നുള്ളതാണ്. ഇതിലും ഈ ക്ഷേത്ര ദർശനത്തിന് ഇപ്പോഴും ആളുകൾ എത്തുന്നുണ്ട്. പതിവ് പോലെ വലിയ തിരക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാഴ്ചയിൽ നിന്ന് തോന്നുന്നത്. പക്ഷേ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ക്ഷേത്ര ദർശനത്തിനായിട്ട്. നമ്മൾ അത്തപ്പൂക്കളമൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട്. വരുന്ന വഴിയിലൊക്കെ തന്നെ നമുക്ക് ഓരോ ജംഗ്ഷനിലും റോഡരികിൽ അത്തരത്തിൽ പൂക്കളം കാണാൻ കഴിയുമായിരുന്നു. പൗരസമിതികളും അതുപോലെ തന്നെ ക്ലബ്ബുകളും ഒക്കെ ചേർന്ന് കൂട്ടായ്മകൾ ചേർന്നിട്ടിരിക്കുന്ന അത്തപ്പൂക്കളം ഒക്കെ കാണാമായിരുന്നു. അത് കഴിഞ്ഞാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയത്. അവിടെ എത്തിയപ്പോൾ കണ്ണും മനസ്സും ഒക്കെ നിറയ്ക്കുന്ന തരത്തിൽ വലിയ ഒരു അത്തപ്പൂക്കളം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഈ ഉപ്പൊക്കെ കൊണ്ട് അത്തപ്പൂക്കളം ഇടുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയുള്ള കാഴ്ചകൾ കുറവായിരുന്നു എന്നുള്ളതാണ്. കാരണം സാധാരണ നമുക്ക് പൂക്കൾക്കും സദ്യവട്ടങ്ങൾക്കുള്ള സാധനങ്ങൾക്കും ആയിട്ട് തമിഴ്നാടിനെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ തന്നെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ പല സ്ഥലങ്ങളിലും നമുക്ക് വേണ്ട ഓണത്തിന് വേണ്ട പൂക്കളും അതുപോലെ തന്നെ പച്ചക്കറികളും മറ്റ് സാധനങ്ങളും ഒക്കെ തന്നെ നമ്മൾ തന്നെയാണ് വിളയിച്ചെടുത്തത് എന്നുള്ളതാണ്. നമ്മൾ കണ്ടതാണ് തുമ്പ സെന്റ് സേവിയേഴ്സിലും മറ്റ് പല ഭാഗങ്ങളിലും വീടുകളിൽ തന്നെയും നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ തന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്തിട്ടുണ്ടായിരുന്നു. പൂക്കൾ ഉൾപ്പെടെ നമ്മൾ തന്നെയാണ് വിളവെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പതിയെ നമ്മൾ പഴയ ആ ഒരു ഓണത്തിലേക്ക്, ആ ഓണത്തനിമയിലേക്ക് എത്തിച്ചേരുന്നതിന്റെ ഒരു സൂചന കൂടിയാണ് എന്നുള്ളതാണ്. അത് വളരെ സന്തോഷം നൽകുന്ന, വളരെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു. എന്തായാലും ആഘോഷത്തിലാണ് നാടും നഗരവും ഒക്കെ. ഓണം വൈബിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ ആഘോഷത്തിന്റെ രാവാണ്. ക്ഷേത്ര ദർശനമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു കാണും മിക്കവരും. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവുക, സദ്യ കഴിക്കുക, മറ്റ് ഓണക്കളികളൊക്കെ നടത്തുക. ക്ലബ്ബുകളുടെയൊക്കെ നേതൃത്വത്തിൽ ഓണപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ തന്നെ പങ്കെടുക്കുക. അങ്ങനെ ഇനി അങ്ങോട്ട് വൈബാണ് ഓണം. ക്ഷേത്ര ദർശനവും ഭക്തിയും ഒക്കെ തന്നെ കഴിഞ്ഞ് അത് കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ അതൊക്കെ അവസാനിക്കും. പിന്നെ അങ്ങോട്ട് ഓണ കളികളും മറ്റ് കലാപരിപാടികളൊക്കെ ആയിട്ട് ഫുൾ ഓണാണ്. എല്ലാവരും മലയാളികൾ എല്ലായിടത്തും മലയാളികൾ എന്നുള്ളതാണ് പറയാനുള്ളത്.
തീർച്ചയായും സൂര്യ, കാലം എത്ര കഴിഞ്ഞാലും മലയാളികൾക്ക് ഓണം എന്ന് പറയുന്നത് എന്നും ഒരു വികാരം തന്നെയാണ്. എവിടെയാണെങ്കിലും ഓണം ആഘോഷിക്കുക എന്നുള്ളത് ഒരു മലയാളികൾക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഓണവിശേഷങ്ങൾ പങ്കുവച്ചത് ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രിയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഓണം വിശേഷങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്താം.